ചോട്ടുമാൻ ലംബുമാന്റെ അനിയനായിരുന്നു. ഒരു രാവിലെ ലംബുമാൻ ഉറക്കത്തിൽ നിന്നീറ്റ് നോക്കുമ്പോ ലംബുമാൻ ഗുഹയുടെ അകത്ത് ഒറ്റയ്ക്ക്. അല്ല, ഈ ചോട്ടു ഇതെവിടെ പോയി? രാത്രി എന്റെ കൂടെയുള്ള കിടന്നിരുന്നത്. അപ്പൊ അവന്റെ ദൃഷ്ടി ഭിത്തിയിലേക്ക് പോയി. അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ചേട്ടാ, എനിക്ക് രഹസ്യമായ ദ്വീപ് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. രാത്രി അങ്ങോട്ട് പോവാൻ ചേട്ടൻ വിസമ്മതിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു വരാം. എന്റെ ദൈവമേ, ചോട്ടു ഒറ്റയ്ക്കാണോ ആ ദ്വീപിലേക്ക് പോയത്? ലംബുമാന് അനിയനെ ഓർത്ത് വിഷമമായിരുന്നു. അവൻ ഓരോരുത്തരുമായിട്ട് ജിറാഫ്, മുയല്, മോണ്ടുകുരങ്ങനെയും കൂട്ടത്തെ വിളിപ്പിച്ചു. നീ പേടിക്കണ്ട ലംബുമാനെ, നമുക്ക് 4 പേർക്കും കൂടി ചോട്ടുമാനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാന്നേ. എല്ലാരും സമുദ്രത്തിന്റെ അടുത്തെത്തി. വഞ്ചിയിലിരുന്ന് അവര് യാത്ര പുറപ്പെട്ടു. ഒരുപാട് ദൂരം അങ്ങ് പോയപ്പോ അവർക്കൊരു ദ്വീപ് കാണാൻ പറ്റി. അതേ കണ്ടില്ലേ, രഹസ്യമായ ദ്വീപ് അതാണെന്ന് തോന്നുന്നു. അവര് വഞ്ചി കരയിലടുപ്പിച്ച് തറയിൽ കാല് കുത്തിയതും അപ്പോഴേക്ക് 2 ആന അവരുടെ അടുത്തെത്തി. അയ്യോ, ആനയാണല്ലോ, നമ്മളെ ആക്രമിക്കാൻ വന്നതാണോ? ആന അവരുടെ അടുത്ത് എത്തിയപ്പോഴേക്കും 4 പേർക്കും അത്ഭുതമായി. ഈ ആന എന്റെ അത്ര ഉള്ളല്ലോ. നമ്മുടെ കാട്ടിൽ ആനയുടെ മക്കൾക്ക് പോലും നല്ല പൊക്കമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ തീർച്ചയായും പുറത്തു നിന്നാണ് വരുന്നതല്ലേ? ആര് വന്നാലും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ചെറുതായി പോയതെന്ന്. ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു രഹസ്യമായ ദ്വീപാണ്. അതായത് ഈ രഹസ്യദ്വീപിലെ രഹസ്യം ഇതാണ്. ഇവിടെ ചെറിയ മൃഗങ്ങൾ വലുതായിട്ടും വലിയ മൃഗങ്ങൾ ചെറുതായിട്ടും കാണപ്പെടുന്നു. കൊള്ളാലോ, അപ്പൊ ഇവിടെ നല്ല രസമായിരിക്കുമല്ലേ? വരൂ, മുന്നോട്ട് പോവാം. അങ്ങനെ അവർ മുമ്പോട്ട് യാത്ര തുടർന്നു. അവര് നോക്കുമ്പോ വലിയൊരു വെളുത്ത നിറത്തിലുള്ള ഒരു കല്ല്. അത് കണ്ടില്ലേ, ആ കല്ലെത്ര വലുതായിരിക്കുന്നുവെന്ന്. വരൂ, അതിന്റെ മുകളിൽ കയറി നോക്കാം. ഏയ്, അതൊന്നും വേണ്ട. അതിൽ നിന്നും വീണു കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. മാൻ പറഞ്ഞ കാര്യം അവരത് കാര്യാക്കിയില്ല. മോണ്ടുകുരങ്ങനും മുയലും അതിന്റെ മേളിലോട്ട് കയറി. അവര് അതിന്റെ നടുക്കെത്തിയപ്പോഴേക്കും ചെറിയ വിള്ളല് വീഴാൻ തുടങ്ങി. ഇതെന്താ ഇത്രയും വലിയ കല്ലായിട്ട്? ഇതിന് കട്ടിയൊന്നും ഇല്ലല്ലോ. ഇതില് വിള്ളല് വീണല്ലോ. അപ്പോഴേക്കും ദൂരത്തിൽ നിന്നൊരു വലിയ കിളി വരുന്നതായിട്ട് അവര് കണ്ടു. എന്റെ ദൈവമേ, ഇത് കല്ലല്ല, ഒരു മുട്ടയാണ്. ഇതാ പക്ഷിയുടേതാണ്. അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞു. നിങ്ങൾ 2 പേരും മുട്ട പൊട്ടിക്കുന്നത്. വേഗം അതിൽ നിന്ന് ഇറങ്ങി ഓടാം. ഇത് കേട്ടതോടെ 2 പേരും മുട്ടയിൽ നിന്നും താഴത്തോട്ട് വന്നു. എന്നിട്ട് 4 പേര് ഓടാൻ തുടങ്ങി. പക്ഷേ ആ കിളി അവരുടെ പുറകെ തന്നെ പറന്നു വന്നു. എന്റെ ദൈവമേ, ഇത്ര വലിയ പക്ഷിയോ? ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ജിറാഫായ ഞാൻ പക്ഷിയെ പേടിച്ച് ജീവൻ പണയം വെച്ച് ഓടേണ്ടി വരുമെന്ന്. ഒരുപാട് നേരം ഓടിയതിനു ശേഷം എല്ലാരും ഒരു ഗുഹയുടെ അകത്ത് കയറി. ഓ, ദൈവം സഹായിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. അതെ, പക്ഷേ ഈ ഗുഹ ആരുടേതാ? ഇത്ര ചെറിയ ഗുഹ ആയതുകൊണ്ട് മുയലിന്റെ ഒക്കെ ആയിരിക്കും. അപ്പൊ സിംഹം അലറുന്ന ശബ്ദം അവര് കേട്ടു. നമ്മുടെ തലയിൽ ഇടുത്തി വീണിരിക്കുന്നു. ഇതൊരു സിംഹത്തിന്റെ ഗുഹയാ. ഇനി നമ്മളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളൊരു സിംഹത്തിന്റെ ഗുഹയിലാണുള്ളത്. എല്ലാരും പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ സിംഹമായിരുന്നു. പക്ഷേ ഇതിൽ പേടിക്കാൻ എന്താണുള്ളത്? ഞാനൊരു ക്രൂരനായ മൃഗമാണ്.
നിങ്ങളെ ഞാൻ കൊന്നു തിന്നും. ആ സിംഹം അവരുടെ അടുത്ത് വന്നപ്പോഴേക്കും അവര് കണ്ടത് ഈ സിംഹം മുയലിനേക്കാളും ചെറുതാണെന്ന്. അപ്പോഴേക്കും ജിറാഫ് ലംബുമാന്റെ ചെവിയിൽ പറഞ്ഞു, നമ്മുടെ കാട്ടിലുള്ള കാട്ടുപൂച്ചയ്ക്ക് പോലും ഈ സിംഹത്തെക്കാളും വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ സിംഹത്തിന് കോംപ്ലാനൊന്നും കിട്ടിക്കാണത്തില്ലെന്നാ. നിങ്ങളുടെ വീട് മറ്റൊരിടത്താണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റൊരു ദ്വീപിലേക്കാ വന്നതെന്നാ. സിംഹച്ചേട്ടാ, ഞങ്ങൾ ഡ്രീംലാൻഡ് കാട്ടിൽ നിന്നും എന്റെ അനിയൻ ചോട്ടുവിനെ അന്വേഷിക്കാനായി വന്നതാ. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എന്റെ അനിയൻ ചോട്ടുമാനിനെ കണ്ടോ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ഉറുമ്പുറാണി തന്റെ കൊട്ടാരത്തിലൊരു മാനിനെ അതിഥിയായി താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് പുറത്തുനിന്ന് വന്ന ആളാ. അല്ല, ഉറുമ്പ് ഇവിടെ റാണിയാണോ? അതെ, ഈ രഹസ്യദ്വീപിലെ ഏറ്റവും വലിയ മൃഗം ഉറുമ്പാണ്. അതുകൊണ്ട് അവരാണ് ഇവിടുത്തെ റാണി. ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉറുമ്പ് റാണിയെ കാണാൻ പോവാം. അവര് ചോട്ടുവിന് എന്തെങ്കിലും ചെയ്താലോ? അവനൊരു പാവമാണ്. അങ്ങനെ 4 പേരും ചുട്കു സിംഹത്തിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്റെ ദൈവമേ, ഇത്ര വലിയ കൊട്ടാരോ! ഒരു ഉറുമ്പിന് ഇത്ര വലിയ കൊട്ടാരം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാരും കൊട്ടാരത്തിന്റെ അകത്ത് കയറി. അവര് നോക്കുമ്പോ ഒരു വലിയ ഉറുമ്പ് വലിയ കസേരയിലിരിക്കുന്നതായി. ചുറ്റിനും കുറെ മൃഗങ്ങൾ സേവ ചെയ്യുന്നു അതിനെ. എന്റെ സഹോദരൻ ചോട്ടുമാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. ദയവായി അവനെ ഞങ്ങളുടെ കൂടെ അയക്കണം. അതെ, ആ മാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നിനക്ക് നിന്റെ കൂടെ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങെന്തിനെങ്ങനെ പറയുന്നത്? അങ്ങ് അവനെ തടവിലാക്കിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ എന്തിനാണ് അവന് ശിക്ഷ കൊടുക്കുന്നേ? ഞങ്ങൾ അവനെ ഇവിടെ വെക്കുന്നത് എന്താന്ന് വെച്ചാൽ അവന്റെ സത്യസന്ധത കണ്ടിട്ടാണ്. എന്ത് ധീരതയുടെ കഥകളോ? അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കാണാം. ഞങ്ങളുടെ അതിഥി മുറിയിൽ അവനുണ്ട്. 4 പേരും ഒരു മുറിയിലെത്തി. അവിടെ ചോട്ടുമാൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ ചുറ്റിനും സ്വാദിഷ്ടമായ പലഹാരങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, ലംബു ചേട്ടൻ വന്നു അല്ലേ? ഞാൻ ചേട്ടനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. സ്വന്തം അനിയന് ഒരു കുഴപ്പമില്ലാന്ന് കണ്ട് ലംബുമാന് സന്തോഷമായി. പക്ഷെ അവന് ദേഷ്യവും വന്നു. നീ എന്നോട് പറയാതെ ഇവിടെ എന്തിനാ വന്നത്? പിന്നെ ആ മൃഗം എന്തിനാ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്നോട് പറയേ. പറയാൻ ചേട്ടാ, സത്യത്തിൽ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ ഉറുമ്പുറാണിയുടെ പടയാളികൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചു. അപ്പൊ ഞാൻ ഉറുമ്പുറാണിയോട് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ ആർക്കും എന്നെ അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് വലിയൊരു നുണ പറഞ്ഞു. അതായത് ഞാൻ കാട്ടിലെ ഏറ്റവും ധീരനും ശക്തനുമായ മൃഗമാണെന്ന്, എന്നെ എല്ലാ മൃഗങ്ങൾക്കും പേടിയാണെന്ന്. മാത്രമല്ല, ഞാൻ നമ്മുടെ കാടിനെ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന്. നീ പറഞ്ഞ നുണക്കഥകളൊക്കെ കേട്ടിട്ടാണ് അവർ നിന്നെ ധീരകഥകൾ പറയാൻ വേണ്ടി നിയമിച്ചത്. അതെ ചേട്ടാ, എനിക്കും അത് വളരെ നന്നായി തോന്നി. പിന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് വരാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഉറുമ്പുറാണിയോട് ഇവിടെ നിന്ന് പോവാൻ അനുവാദം ചോദിച്ചപ്പോ അപ്പ എന്നോട് പറഞ്ഞു എനിക്ക് എന്താണ് വേണ്ടതെന്ന്. ഇതെല്ലാം കേട്ട് ലംബുമാൻ, ജിറാഫ്, മുയല്, മോണ്ടു കുരങ്ങൻ എല്ലാം ആലോചനയിലായി. പറഞ്ഞോളൂ, നിനക്ക് എന്താണ് വേണ്ടത്? ഉറുമ്പുറാണി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പകൽ സമയത്ത് ഈ ദ്വീപിൽ ഒരു ഭൂതം വന്നിരുന്നു. അത് ഈ ദ്വീപിലെ മൃഗങ്ങളെല്ലാം പിടിച്ചു തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും അതിനെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഭൂതത്തെ കൊന്ന് ഞാൻ അവരെ മോചിപ്പിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത്. ഇത് കേട്ട 4 പേരും ശരിക്കും പേടിച്ചു പോയി. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുറാണി എന്തായാലും എന്നെ കൊന്നു കളയും. ചേട്ടാ, ഇനി എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു വഴി പറയേ. ആ ഭൂതം ഇനി ഇവിടെ വന്നാല് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത് കേട്ട് എല്ലാരും ആലോചനയിലായി. ആ രാക്ഷസൻ ആരാണ്? ഈ രഹസ്യമായ ദ്വീപിൽ ഇതുപോലെ എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന്. ഇവരെല്ലാരും കൂടെ ചേർന്ന് ആ രാക്ഷസനെ ഇല്ലാണ്ടാക്കുമോ? അതോ ആ രാക്ഷസന്റെ വേട്ടയിൽ ഇവരും പെട്ടുപോകുമോ? ഇതറിയാൻ വേണ്ടി ഈ കഥയുടെ അടുത്ത ഭാഗം കാണാൻ മറക്കരുത്. രഹസ്യമായ ദ്വീപ് പാർട്ട് 2. ചോട്ടുമാന്റെ കള്ളം കേട്ട് ലംബുമാന് ഭയങ്കരമായി ദേഷ്യം വന്നു. നീ ഇവിടെ കാണാൻ വന്നതാണെങ്കിൽ തിരിച്ചു പോകുമായിരുന്നു. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്? നീ കാട്ടിലെ ഏറ്റവും വലിയ ബലവാനാണെന്നൊക്കെ. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം?
ഈ ദ്വീപിലുള്ള മറ്റൊരു മൃഗത്തിനും അയാളെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെയാണ് അത് കഴിയുക? അപ്പോഴേക്കും ഇവരെല്ലാവരും ഒരു ശബ്ദം കേട്ടു. ഞാനെല്ലാം കേട്ടു. ഇവര് നോക്കുമ്പോ ആ മുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ആന ഇരുന്ന് ഇവര് പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട ആനെ, നീ ഉറുമ്പ് റാണിയോട് ഇക്കാര്യങ്ങളൊന്നും പറയരുത്, അല്ലെങ്കിൽ അവർ ചോട്ടുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കും. ഞാൻ അവരോടൊന്നും പറയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചോട്ടു ആനയുടെ നേർക്ക് അന്തം വിട്ടു നോക്കി. 4 വർഷം മുമ്പുള്ള കാര്യമാണിത്. ഒരു മാന്ത്രിക പക്ഷി ഈ ദ്വീപിലേക്ക് വന്നു. അദ്ദേഹം മാന്ത്രിക വിദ്യയിൽ അത്രയേറെ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ ദ്വീപും സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഒരു ദിവസം ആ ഭൂതം ഈ ദ്വീപിലേക്ക് വന്നു. അവനെന്നും വരും. എന്നിട്ട് മൃഗങ്ങളെ ഭക്ഷിച്ചവൻ വയറ് നിറച്ചുകൊണ്ടിരിക്കും. ആ ഭൂതം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഉറുമ്പുറാണിയുടെ മന്ത്രി ഉറുമ്പുറാണിയോട് ആ ഭൂതം ഇവിടെ വന്നതിനെക്കുറിച്ച് മാന്ത്രിക പക്ഷിയോട് പറയാമെന്ന് പറഞ്ഞു. അവൻ ഉറുമ്പുറാണിക്ക് ഉറപ്പ് നൽകി. മാന്ത്രിക പക്ഷി തീർച്ചയായും ഭൂതത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന കാര്യം. കാരണം അവൻ വന്നതിന് ശേഷമാണ് ആ ഭൂതം ഇവിടേക്ക് വന്നത്. അങ്ങനെ ഉറുമ്പുറാണി മാന്ത്രിക പക്ഷിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ മാന്ത്രിക പക്ഷിയാവട്ടെ ഈ കാര്യങ്ങൾ സമ്മതിച്ചില്ല. പകരം അവർ ഇങ്ങനെ പറഞ്ഞു, ആ ഭൂതത്തിനെ എങ്ങനെ കൊല്ലണമെന്നുള്ള കാര്യം തനിക്കറിയാം. എന്നാൽ ഉറുമ്പുറാണിക്കത് സ്വീകാര്യമായില്ല. അവർ ആ മാന്ത്രിക പക്ഷിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അവരുടെ കൂടെ അവരുടെ മാന്ത്രിക വടിയെയും മറ്റൊരു ജയിലിൽ പൂട്ടിയിട്ടു. കാരണം അവരിനി മന്ത്രവിദ്യ കാണിക്കാതിരിക്കാൻ. അവരെ പൂട്ടിയിട്ടതിന് ശേഷം ആ ഭൂതവും ഇങ്ങോട്ട് വരുന്നത് നിർത്തലാക്കി. അങ്ങനെ അത് വ്യക്തമായി, അതായത് ഭൂതത്തെ വിളിച്ചു വരുത്തിയത് മാന്ത്രിക പക്ഷി തന്നെയാണെന്ന്. അതിനുശേഷം ആ ഭൂതം ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആ ഭൂതം വീണ്ടും ഇവിടെ എത്തി. പിന്നെ അത് നമ്മുടെ മൃഗങ്ങളെ പിടിച്ചു തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് ചോട്ടുമാൻ ഇവിടെ വന്ന് തന്റെ ധീരകഥകൾ റാണിയോട് പറയുന്നതും ഉറുമ്പുറാണിക്ക് ചോട്ടുവിൽ പൂർണ്ണ വിശ്വാസമാകുന്നതും. കാരണം ഭൂതത്തെ കൊല്ലാൻ ഇവന് കഴിയുമെന്ന് അവർ വിചാരിച്ചു. ഇത് കേട്ടെല്ലാരും മിണ്ടാതെയായി. ലംബുമാൻ എന്തോ ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മാന്ത്രിക പക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നാണ്. നീ ഞങ്ങളെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നതാണ്. ചോട്ടു ആന ആരും കാണാതെ തന്നെ ഇവരെ വേറെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ മാന്ത്രികനായ കഴുകനെ പൂട്ടിയിട്ടേക്കുകയായിരുന്നു. മാന്ത്രിക പക്ഷി, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. നീ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ജയിലിൽ നിന്നും എന്നേക്കുമായി നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും. എനിക്ക് ഈ ജയിലിൽ നിന്നും മുക്തിയുടെ ആവശ്യമില്ല. കാരണം ഉറുമ്പുറാണി ഒട്ടും ബുദ്ധിയില്ലാത്തവളാണ്. ഇപ്പോൾ തർക്കിക്കാനുള്ള സമയമല്ല. എങ്കിൽ ഇത് പറയൂ, ആ ഭൂതത്തെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴി നിങ്ങളുടെ പക്കലുണ്ടോ? അതെ, എനിക്കറിയാം. അവനെ കൊല്ലാൻ ഒരു വഴിയേ ഉള്ളൂ. അതിനെന്റെ മാന്ത്രിക വടി എനിക്ക് ആവശ്യമാണ്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും മൃഗത്തെ മന്ത്രവാദം ചെയ്യും. അവന്റെ തലയിൽ ഒരു വെള്ളിസിംഹമുണ്ടാവും. അവന്റെ നാഭിയിൽ ആ വെള്ളിസിംഹത്തെ വെച്ച് ആക്രമിച്ചാൽ അവൻ മരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ മന്ത്രവിദ്യയൊന്നും ചെയ്യാൻ കഴിയില്ലേ? ആ, എന്റെ വടിയുടെ മാന്ത്രിക വിദ്യയെല്ലാം ഇല്ലാതാവും. പക്ഷേ ഈ ദ്വീപ് രക്ഷപ്പെടും. അതിൽ ഞാൻ സന്തോഷിക്കും. ശരി, ഞങ്ങൾ അതിരാവിലെ തന്നെ നിങ്ങളുടെ മാന്ത്രിക വടി നിങ്ങൾക്ക് തരാം. ഈ ജയിലിൽ നിന്നും മോചനവും നൽകാം. നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാന്ത്രിക വിദ്യ ഉപയോഗിക്കുക. എല്ലാം തീരുമാനിച്ച് അവരെല്ലാരും കൂടെ അതേ മുറിയിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു കല്ലിൽ മഹാറാണിയായ റാണി ഇരിക്കുകയായിരുന്നു. എല്ലാ മൃഗങ്ങളും കൂട്ടത്തോടെ അവിടെ വന്നു. ചോട്ടുമാൻ അവിടെ നടുക്ക് നിൽക്കുകയായിരുന്നു. അവൻ പേടിച്ചാണ് നിന്നത്. മിടുക്കനാണ് ചോട്ടുമാൻ. നീ ആ രാക്ഷസനെ എന്തായാലും കൊല്ലൂന്ന് ഉറപ്പാണ്. ഇത് കേട്ട് ചോട്ടുമാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് തോന്നുന്നത് ഇന്നത്തോടെ എന്റെ കഥ തീരുമെന്നാണ്. ഇന്ന് ഞാൻ ഒന്നിനും ബാക്കിയുണ്ടാവില്ല. അപ്പൊ തന്നെ ഭൂമിയിൽ ഡും ഡും എന്ന ശബ്ദം കേട്ടു. അപ്പോഴേക്കും
ആ രാക്ഷസൻ നടന്നു വരികയായിരുന്നു മുമ്പിലേക്ക്. എന്റെ ദൈവമേ, ഇതിത്ര വലുതും ഭീകരവുമായിരുന്നോ? ഇന്നെന്റെ ജീവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ രാക്ഷസൻ ചോട്ടുമാന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പൊട്ടി അങ്ങ് ചിരിച്ചു. ഓഹോ, അപ്പൊ ഇതാണല്ലേ ആ ബലവാൻ മൃഗം എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി വരുത്തിയത്. ഇനി കണ്ടോ? ഇത് പറഞ്ഞ് ആ രാക്ഷസൻ ഒരു കൈ കൊണ്ട് ചോട്ടുമാനെ അടിച്ചു. അപ്പോഴേക്കും ചോട്ടുമാൻ ദൂരെ പോയി അങ്ങ് വീണു. ചോട്ടു! ഇത് കണ്ടു ഉറുമ്പ് റാണിയും എല്ലാരും അന്തത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ചോട്ടുമാൻ മാനം രക്ഷിക്കാനായിട്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യം നോക്കുകയായിരുന്നു, നീ എത്രമാത്രം അപകടകാരിയാണെന്ന്. ഇനി കണ്ടോ ഞാൻ എന്താ നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞു ചോട്ടുമാൻ വേഗത്തിൽ അവന്റെ നേർക്ക് ഓടി. മാന്ത്രികനായ കഴുകൻ സ്വന്തം മാന്ത്രിക വടിയെടുത്ത് ജിറാഫിന്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. ലംബുമാൻ അവനോട് പറഞ്ഞു, ഇത് പറ്റിയ അവസരമാണ് മാന്ത്രിക പക്ഷി, നീ നിന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്ക്. ഇത് കേട്ട് മാന്ത്രികനായ കഴുകൻ മാന്ത്രിക വടിയെടുത്ത് ആകാശത്തേക്ക് കറക്കി. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ ഒറ്റ ചാട്ടം ചാടി. ഇങ്ങോട്ട് വരൂ പൊന്നു മോനെ, നീ എന്റെ വയറിന് പാകമായ ചെറിയൊരു കഷ്ണം ഭക്ഷണമായി തീരും. ഇത് പറഞ്ഞ രാക്ഷസൻ വയറിൽ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാന്ത്രിക കഴുകന്റെ മാന്ത്രികം അവിടെ ഫലിക്കാനും തുടങ്ങി. അങ്ങനെ ചോട്ടുമാന്റെ തലയിൽ ഒരു വെള്ളിയുടെ കൊമ്പ് മുളച്ചു. ചോട്ടുമാൻ പറന്നു നേരെ രാക്ഷസന്റെ പൊക്കിളിലേക്ക് തന്നെ ആ കൊമ്പ് വെച്ച് കൊത്തി. രാക്ഷസൻ നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് അത് മരിച്ചുപോയി. അത് പൊളിച്ചു. ഉറുമ്പ് റാണിക്ക് സന്തോഷമായി. ബാക്കി മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ ഭൂതത്തെ കൊന്നതിന് നിങ്ങൾ ആരും എന്നോട് നന്ദി പറയരുത്. എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇത് കേട്ട് ലംബുമാനും കൂട്ടുകാർക്കും പേടിയായി പോയി. മാന്ത്രിക പക്ഷി അടുത്തു വരൂ. ഇത് കേട്ട് മാന്ത്രികൻ കഴുകൻ ഉറുമ്പ് റാണിയുടെ മുമ്പിൽ വന്നു. ഇത് കണ്ട് ഉറുമ്പ് റാണി ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ അവരോട് എല്ലാ സത്യവും പറഞ്ഞു. ഉറുമ്പ് റാണിക്ക് ദേഷ്യം വന്നെങ്കിലും സമാധാനത്തോടെ ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കള്ളം പറഞ്ഞു, അതൊരു തെറ്റാണ്. പക്ഷെ നിന്റെ ഈ കള്ളം കൊണ്ട് തന്നെ പൂട്ടിക്കിടന്ന ഈ കഴുകനെ നീ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇവൻ നിരപരാധിയാണെന്നുള്ള കാര്യവും മനസ്സിലായി. സ്നേഹമുള്ള മാന്ത്രിക കഴുക, നിന്റെ ഉള്ള ശക്തികളൊക്കെ കളഞ്ഞാണ് ഈ ദ്വീപ് നീ രക്ഷപ്പെടുത്തിയത്. ചോട്ടുമാനെ, നീയും വലിയ കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരോടും ഞാൻ നന്ദി പറയുകയാണ്. നന്ദിയുണ്ട് ഉറുമ്പുറാണി. അങ്ങനെ ഇന്ന് തൊട്ട് ഈ മാന്ത്രിക കഴുകൻ ഞങ്ങളുടെ കൂടെ തന്നെ. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ ലംബുമാനും കൂട്ടുകാരോടൊപ്പം തിരിച്ചു വരാൻ വേണ്ടി വഞ്ചിയിൽ യാത്ര പുറപ്പെട്ടു. ആ ദ്വീപിന്റെ അറ്റത്ത് നിന്ന് ഉറുമ്പ് റാണി, കഴുകൻ, ആ രഹസ്യമായ ദ്വീപിന്റെ എല്ലാ മൃഗങ്ങളും ചേർന്ന് അവരോട് ടാറ്റ പറയുകയും ചെയ്തു.